ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമ്മൾക്കിന്ന് മോശയുടെ അമ്മയപ്പന്മാരെക്കുറിച്ച് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിൻ്റെ 23 വാക്യം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിച്ചു വെച്ചു. ഇവിടെ മോശയുടെ അമ്മയപ്പന്മാർ ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ നാം പഠിച്ചത്. അവർ രാജാവിനെ ഭയപ്പെട്ടില്ല. അവർ ദൈവത്തിലുള്ള വിശ്വാസത്താൽ മോശയെ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് നമുക്ക് അയക്കുന്നത്. വാക്യം ഈസിയായിട്ട് പഠിക്കാമല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം എബ്രായർ 11 23 24 വാക്യം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിച്ചു വെച്ചു. യാക്കോബ് മരിച്ചതിന് ശേഷം ക്ഷാമം ദേശത്തു നിന്ന് മാറിയെങ്കിലും അവർ മിസ്രൈമിൽ തന്നെ പാർത്തു. ഗോത്രപിതാക്കന്മാർ എല്ലാവരും മരിച്ചു. യോസേപ്പ് മരിച്ചു. യോസേപ്പ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും നിങ്ങളെ നമ്മുടെ ദേശമായ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെയും ഇവിടെ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകണം. അവർ അങ്ങനെ ചെയ്യാമെന്ന് യോസേപ്പിനോട് പറഞ്ഞു. യോസേപ്പ് 110 വയസ്സുള്ളവനായി മരിച്ചു. യോസേപ്പിനറിയാത്ത ഒരു ഫറവോൻ വന്നു. പുതിയ ഫറവോൻ ഇസ്രായേൽ മക്കളെ വെറുത്തു. ഇസ്രായേൽ മക്കൾ പെരുകി. അതുകൊണ്ട് ഫറവോൻ അവരെ പേടിച്ചു. അവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അവരെ എല്ലാം അടിമകളാക്കി. അവരെക്കൊണ്ട് കഠിനവേല ചെയ്യിപ്പിച്ചു. ഇസ്രായേൽ കഠിനവേല നിമിത്തവും പീഡനിമിത്തവും ദൈവത്തോട് നിലവിളിച്ചു. ഫറവോൻ സൂതകർമ്മിണികളോട് പറഞ്ഞു, നേഴ്സുമാരോട് പറഞ്ഞു, ഇസ്രായേൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരിലുള്ള ആൺകുഞ്ഞുങ്ങളെ കൊല്ലുകയും പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുകയും വേണം. സൂതകർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടു. രാജാവിനെയല്ല സൂതകർമ്മിണികൾ ഭയപ്പെട്ടത്, ദൈവത്തെ ഭയപ്പെട്ടു. അവർ കുഞ്ഞുങ്ങളെ കൊന്നില്ല. അപ്പോൾ ഫറവോൻ കൽപ്പിച്ചു, ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ ഒക്കെയും നദിയിലിടുകയും പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുകയും വേണം. ആ സമയത്ത് ലേവി ഗോത്രത്തിൽ അമ്രാമിനും യോഖേബേദിനും ഒരു കുഞ്ഞ് ജനിച്ചു. അവർക്ക് 2 മക്കൾ വേറെ ഉണ്ടായിരുന്നു, അഹ്റോനും മിരിയാമും. കുഞ്ഞിനെ അവർ 3 മാസം വീട്ടിൽ ഒളിപ്പിക്കുവാൻ കഴിയാതെ ആയപ്പോൾ യോഖേബേദ് ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി. അതിൽ പുറത്ത് കീലൊക്കെ തേച്ച് പിടിപ്പിച്ച് ആ പെട്ടകം സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കി പൈതലിനെ അതിൽ കിടത്തി. അതിനുശേഷം നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ ഒളിച്ചു വെച്ചു. അവൻ എന്ത് സംഭവിക്കുമെന്നറിയുവാൻ അവൻ്റെ പെങ്ങളായ മിരിയാം ദൂരെ നോക്കിക്കൊണ്ട് നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തൂടി നടക്കുമ്പോൾ ഫറവോൻ്റെ പുത്രി ഈ പെട്ടകം കണ്ടു. ദാസിമാർ പോയി പെട്ടകം കൊണ്ടുവന്നു. പെട്ടകം തുറന്നാറതെ പൈതലിനെ കണ്ടു. കുട്ടി കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. മിരിയാം ദൂരവേ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഞാൻ ഈ കുഞ്ഞിനെ പാൽ കൊടുക്കേണ്ടതിന് ഒരു യഹൂദ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരട്ടെ? ഫറവോൻ്റെ പുത്രി അത് സമ്മതിച്ചു. മിരിയാം പോയി കുഞ്ഞിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ഫറവോൻ്റെ പുത്രി സ്ത്രീയോട് പറഞ്ഞു, നീ ഈ കുഞ്ഞിനെ മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാം. അങ്ങനെ യോഖേബേദ് സ്വന്തം കുഞ്ഞിനെ ശമ്പളം മേടിച്ച് വളർത്തി. കുഞ്ഞ് വളർന്നപ്പോൾ യോഖേബേദ് അവനെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. കുഞ്ഞിനെ ഫറവോൻ്റെ പുത്രി സ്വന്തം മകനായി സ്വീകരിച്ചു. ഞാൻ ഇവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശ എന്ന് പേരിട്ടു. നമുക്ക് മനപ്പാഠവാക്യം ഒന്നും കൂടെ പഠിക്കാം കേട്ടോ. എബ്രായർ 11 23 24. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഇത് അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് വിശ്വാസത്താൽ അമ്രാവും യോഖേബേദും ഫറവോനെ ഭയപ്പെടാതെ, രാജാവിനെ ഭയപ്പെടാതെ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. രണ്ടാമതായിട്ട് സൂതകർമ്മിണികൾ രാജാവിനെ ഭയപ്പെട്ടില്ല, എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടു. രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല, കുഞ്ഞുങ്ങളെ ജീവനോടെ സൂക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. മൂന്നാമതായി
യോസേപ്പ് ദൈവത്തിൽ വിശ്വസിച്ചു അവൻ്റെ അസ്ഥികളെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. 4, ദൈവം ഫറവോൻ്റെ പുത്രിക്ക് കുഞ്ഞിനോട് അലിവ് തോന്നിച്ചു. അങ്ങനെ അവൻ ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ട് വളർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദുഷ്ട നിറഞ്ഞ ലോകത്തിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്നതിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നൊരു പ്രാവശ്യം കൂടി ഞങ്ങളെ നീ ഓർപ്പിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് എന്ന കഥയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മോശയുടെ അമ്മയപ്പന്മാർ ദൈവത്തെ ഭയപ്പെട്ടു, അതുപോലെ സൂതകർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടു, അതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവകൽപ്പന പ്രമാണിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശ്വാസത്തോടുകൂടി ജീവിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈയമർത്താൻ മറക്കരുത്. ഓക്കെ കുഞ്ഞുങ്ങളെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. Bye.